ഇപ്പോൾ ഭൂപതിവ് നിയമത്തിൻ്റെ ഭേദഗതി ഞാൻ വൈകിക്കുന്നത് സർക്കാർ ഏതോ വിധത്തിലുള്ള വിവരങ്ങൾ നൽകാൻ കഴിയാത്തതിൻ്റെ പേരിലാണ് എന്ന് ഗവർണർ പറയുന്നുണ്ടല്ലോ. ഗവർണർ മറുപടി പറയണം. അങ്ങനെയെങ്കിൽ തരം മാറ്റവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ നെൽവയൽ തണ്ണീർത്തട നിയമത്തിലെ 2023 ഭേദഗതിയിൽ ഒപ്പിടാത്തതിൻ്റെ കാരണം എന്താണ്? കേരളത്തിൽ ഇന്ന് 2,56,841 ഭൂപതിവ് ഭൂതരം മാറ്റ അപേക്ഷകൾ 4 ഫോമുകളിലായി നിൽക്കുന്നുണ്ട്. 1,11,000-ഓളം ഓൺലൈനിൽ പരിഹരിച്ചു. പക്ഷേ 27 RDOമാർ മാത്രമാണ് ഇതിൻ്റെ സൈനിങ് അതോറിറ്റി. അവരെത്ര പരിശ്രമിച്ചാലും 27 പേർ ഒപ്പിട്ട് ഈ പ്രശ്നം തീർക്കാനാകില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ RDO എന്നതിനെ 2028 നെൽവയൽ തണ്ണീർത്തട നിയമത്തിലെ 2018 ഉണ്ടായ ഭേദഗതി ഉൾപ്പെടെയുള്ള നിയമത്തിലെ RDO എന്നതിലൊരു നിർവചനം കൊടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഡെപ്യൂട്ടി തഹസിൽദാരിൽ താഴെയല്ലാത്ത സർക്കാർ നിർദ്ദേശിക്കുന്ന ഉദ്യോഗസ്ഥൻ. അതിലെന്താണ് ഒപ്പിടാൻ ബഹുമാനപ്പെട്ട ഗവർണർക്ക് തടസ്സമുണ്ടാകുന്നത്? അത് വളരെ ബോധപൂർവമല്ലേ? അങ്ങനെ വന്നാൽ ആ നിയമ ഭേദഗതി അംഗീകരിക്കപ്പെട്ടാൽ 69 കേന്ദ്രങ്ങളിൽ ഒരേ സമയം തരം മാറ്റ നടപടികൾ ആരംഭിക്കും. ഞങ്ങളെല്ലാം കൊണ്ടും തയ്യാറാണ്. ജൂനിയർ സൂപ്രണ്ടുമാരെ 67 പേരെ പ്രൊമോട്ട് ചെയ്ത് 181 പുതിയ ഉദ്യോഗസ്ഥന്മാരെ ക്ലർക്കുമാരായി എടുത്തു. ഇവരെ 2 പേരെയും കൂട്ടി 250 റവന്യൂ ഉദ്യോഗസ്ഥന്മാരും 120 സർവേയർമാരും 220 വാഹനങ്ങളുമായി അതിവേഗം തരം മാറ്റാനുള്ള നടപടി ഞങ്ങൾ കാത്തു നിൽക്കുന്നത് ഗവർണറോടൊപ്പമാണ്. RDO ഈ ആക്റ്റിൽ, ഈ നിയമത്തിൽ സർക്കാർ തീരുമാനിക്കുന്ന ഡെപ്യൂട്ടി കളക്ടർ വരെയുള്ള ഉദ്യോഗസ്ഥനാകാമെന്ന് പറയുന്നത് കൊണ്ട് എന്ത് വിരോധമാണ് കേരളത്തിലെ ഗവർണർക്കുള്ളത്? അപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിലെ പല വിധത്തിലുള്ള ഭരണ പ്രതിസന്ധി ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളുടെ ചട്ടുകമായി കേരളത്തിലെ ഗവർണർ മാറുന്നു എന്ന ദുഃഖകരമായ വസ്തുതയാണ് നമ്മുടെ മുമ്പിലുള്ളത്.